രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെല്ലാവരും ഈശോയുടെ പ്രബോധനങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, മനസാക്ഷി രൂപീകരണം, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുക. 7ാം ക്ലാസ്സിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പഠിക്കുവാനുള്ളത്. സുവിശേഷ ഭാഗ്യങ്ങൾ. നമുക്കറിയാം, സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം സദ്വാർത്ത എന്നാണ്. ഈശോ നമുക്ക് വേണ്ടി നൽകിയ സുവിശേഷം, ആ സുവിശേഷം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ നമ്മുടെ പെരുമാറ്റം കണ്ട് മറ്റുള്ളവർ ഈശോയുടെ നല്ല അനുയായിയാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈശോയ്ക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ഈശോയുടെ ജീവിതത്തെക്കുറിച്ച്, പ്രബോധനങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങളായ യോഹന്നാൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും സുവിശേഷ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അതിൻ്റെ എല്ലാം സത്ത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ഉള്ള പെരുമാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഈശോയുടെ ആഗ്രഹമാണ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. അപ്പോൾ നമുക്ക് ഇനി 3 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുവാനുള്ളത്. എങ്ങനെ നമുക്ക് ക്രിസ്തു ശിഷ്യൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാം, എങ്ങനെ ക്രിസ്തു ശിഷ്യൻ്റെ രൂപഭാവങ്ങൾ സ്വീകരിക്കാം, എങ്ങനെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് മാറാം. അപ്പം നമുക്ക് ക്രിസ്തു ശിഷ്യനായി എന്നതിൻ്റെ പേരിൽ, അല്ലെ ക്രിസ്ത്യാനിയായി എന്നതിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. വളരെ കൃത്യതയോടെ ഈശോ പറയുന്നുണ്ട് മലയിലെ പ്രസംഗത്തിൽ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ചോദിച്ചാൽ ആത്മാവിൽ ദരിദ്രരാണ്. സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈശോയെ നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികൾ. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു ഫലം എന്ന ഒറ്റ ചോദ്യത്തിൽ മാനസാന്തരത്തിലേക്ക് പോയ ഫ്രാൻസിസ് അസീസി സ്വർഗത്തിൻ്റെ വാതിലിൽ എത്തിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സ്വർഗത്തിൽ പോകുവാൻ ഉള്ള ആഗ്രഹമാണ് നമുക്ക് ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ എല്ലാം ആഗ്രഹം വിശുദ്ധരാവുക എന്നുള്ളതാവണം. മലയിലെ പ്രസംഗത്തിൽ ഈശോ 2ാമത് പറയുക, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. കരയുന്നത് നല്ലതാണ്. കരയേണ്ടതിന് കരയണം. കരയേണ്ടതിന് കരയുവാൻ സാധിക്കണമെങ്കിൽ ഹൃദയം നന്നായി മനസ്സിലാക്കണം. ഈശോയ്ക്കറിയാം നമ്മളുടെ വേദനകൾ, ഈശോയ്ക്കറിയാം നിങ്ങളുടെ വിഷമങ്ങൾ. ഒത്തിരി കുട്ടികളുണ്ട് അപ്പായുടെയും അമ്മയുടെയും വഴക്കിനെ ഓർത്ത് കരയുന്ന കുട്ടികൾ. ഒത്തിരി കുട്ടികളുണ്ട് മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന, അതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന കുട്ടികൾ. അപ്പോൾ ഈശോ പറയുക, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അനാവശ്യമായിട്ട് കരയുന്നവരുണ്ട്. അതില്ല, ഇതില്ല, അതുപോരാ, ഇതുപോരാ. ആ കരച്ചിലല്ല, ആത്മാർത്ഥതയോടെയുള്ള, ഹൃദയം നൊന്തുള്ള കരച്ചിൽ. ആ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈശോ പറയുക, അവർ ആശ്വസിപ്പിക്കപ്പെടും. 3ാമത് പറയുക, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ശാന്തത,
എല്ലാം ശാന്തതയോടെ, വളരെ താഴ്മയോടെ, വളരെ കൃത്യതയോടെ, ഇതെല്ലാം ശാന്തതയുടെ ഗുണങ്ങളാണ്. എടുത്തു ചാടി ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ശാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമുക്കും അത് പരിശീലിക്കാം. നിങ്ങളും വിദ്യാർത്ഥികളാണ്. എന്നെ കേൾക്കുന്ന 7ാം ക്ലാസ്സിലെ കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കൗമാരപ്രായത്തിൻ്റെ ആദ്യഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ പ്രായത്തിൻ്റേതായ ചില തിടുക്കവും സ്പീഡും ഒക്കെ കാണിക്കും. ഈശോ പറയുക, ശാന്തശീലരാവുക. അവർക്ക് ഭൂമി അവകാശമാകും എന്നാ. കാരണം സക്സസ് ശാന്തശീലർക്കാണ്. നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, പയ്യെ തിന്ന പനയും തിന്നാം. വളരെ ശാന്തതയോടെ കാര്യങ്ങളെ കണ്ടാൽ, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ കാര്യങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. 4ാമത് ഈശോ പഠിപ്പിച്ചു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സംതൃപ്തി. ഏത് കാര്യം ചെയ്താലും സംതൃപ്തി, കൊള്ളാം, എനിക്കിഷ്ടമായി, മതി എന്നൊക്കെ പറയാൻ പറ്റുക. ആർക്കാണ്? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ. നമുക്കറിയാം, ലോകത്തിലേക്ക് നോക്കിയാൽ ഒത്തിരി പേര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടും ഇല്ല എങ്കിൽ പോലും ലോകത്തെ മൊത്തമായിട്ട് കാണുമ്പോൾ ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് അനാവശ്യമായി ഭക്ഷണം കളയരുത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതി സ്കൂളിൽ. അതല്ല എങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് ചോറില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ അമ്മയോട് പറയാം, എൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ചിന് ചോറില്ല, അവന് അമ്മ ഒരു പൊതിയും കൂടെ കെട്ടിത്തരാവോ? അതിന് സാധിക്കുന്ന കുട്ടികൾ അങ്ങനെ സഹായിക്കുക. ഞാൻ പറഞ്ഞത്, നീതിക്ക് വേണ്ടി അനീതി അതിന് കൂട്ടു നിൽക്കരുത് നാം. അത് ആര് ചെയ്താലും നമ്മുടെ മനസാക്ഷിക്ക് ചേരുന്ന, നീതിക്ക് നിരക്കുന്ന, അത് സ്വർഗത്തിൽ എണ്ണപ്പെടും. ആ കാര്യം പ്രത്യേകം ഓർക്കുക. അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാവും. ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ചുണ്ടിൽ ഒരു ഡിവൈൻ സ്മൈലിംഗ് ഞാൻ കാണാറുണ്ട്. ഒരു സംതൃപ്തിയുടെ, ഒരു കമ്മ്യൂണിറ്റി ലൈഫ് നയിക്കുന്നതിൻ്റെ സംതൃപ്തിയുടെ, ഒരു വൈദികൻ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഒരു സംതൃപ്തിയുടെ ആ പുഞ്ചിരി നമുക്ക് ആവശ്യമാണ്. എല്ലാ തൊഴിൽ ചെയ്യുന്നവരും ആ ഒരു സംതൃപ്തി അളക്കണം. അവരുടെ ജീവിതത്തിൽ നീതിയോടെ, അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളുടെ മുന്നിൽ അവർ നീതിയോടെയാണ്, അവർക്ക് സംതൃപ്തി ഉണ്ടാകും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സംതൃപ്തി, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഒരു സംതൃപ്തി, അത് ഏത് തലത്തിലാണെങ്കിലും നമ്മൾ അനുഭവിക്കണം. ഈശോ പറയുക, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എമ്പതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എമ്പതി, സിമ്പതി അല്ല, അങ്ങനെയാണോ അതെയോ എന്നുള്ള ഒരു സിമ്പതി അല്ല നമുക്ക് ആവശ്യം. എമ്പതി, എൻ്റെ പ്രശ്നം മറ്റുള്ളവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണെന്ന് കാണുമ്പോഴാണ് അതിന് എമ്പതി എന്ന് പറയുന്നത്. നമുക്കും കരുണയോടെ കാണാം. കരുണയുടെ ഒരു മുഖം, ഈശോയുടെ ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. കരുണ, അവർക്ക് കരുണ ലഭിക്കും. നമ്മൾ ഒരാളെ സഹായിച്ചാൽ നമ്മളെയും വേണ്ട സമയത്ത് സഹായിക്കുവാൻ ദൂതന്മാരെ അയക്കും എന്നുള്ള കാര്യം ഓർക്കുക. 6ാമത്തെ സുവിശേഷ ഭാഗ്യമാ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ചില കുട്ടികൾ പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈശോ കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് എന്താ എനിക്ക് മാർക്ക് കിട്ടാത്തേ, അങ്ങനെയൊക്കെ പരാതികൾ പറയുന്നവർ ചിന്തിക്കുക, ഹൃദയവിശുദ്ധിയോടുകൂടിയാണ് നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുമ്പോൾ നമുക്കൊത്തിരി ഹൃദയ നൈർമല്യത്തോടെ ജീവിക്കാൻ പറ്റും. ഈശോ പറയുകയാണ്, ദൈവപുത്രന്മാർ ആരാണെന്ന്, സമാധാനം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. സമാധാനം സ്ഥാപിക്കുവാൻ.
ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു, വീട്ടിലെ പൂമ്പാറ്റയാവണം, നോട്ട് പാറ്റ. ഞാൻ 2 ജീവികളുടെ പേരാണ് പറഞ്ഞത്. പൂമ്പാറ്റ നമുക്കെല്ലാം ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് പൂമ്പാറ്റേനെ, ബട്ടർഫ്ലൈനെ. എന്നാൽ തുണിയെല്ലാം നശിപ്പിക്കുന്ന, ഭക്ഷണ സാധനത്തിൻ്റെ ഇടയിലൂടെയൊക്കെ പോകുന്ന പാറ്റയെ നമുക്കിഷ്ടമല്ല. നമുക്കും സമാധാനം സ്ഥാപിക്കാം, നല്ല പീസ് മേക്കേഴ്സ് ആവാം, സമാധാനം സൃഷ്ടിക്കുന്നവരാവാം. നമ്മുടെ സ്കൂളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ അയൽവക്കത്ത് എല്ലാം സമാധാനം സ്ഥാപിക്കുന്ന കുട്ടികളായിട്ട് നമുക്ക് മാറാം. കളിക്കുന്ന സ്ഥലത്ത് 2 കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ സാരമില്ല പോട്ടെ എന്നും പറഞ്ഞ് സമാധാനം സൃഷ്ടിക്കുന്നവരാണോ, അതെയോ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരാണോ നാം? 2 പേര് വഴക്കുണ്ടാക്കുമ്പോൾ കൈയടിച്ച് വാശി കൂട്ടി ബഹളം കൂട്ടുന്നവരാണോ നാം? നമുക്ക് ചിന്തിക്കാം. നമുക്കും സമാധാനം സ്ഥാപിക്കുന്നവരാവാം. സുവിശേഷ ഭാഗങ്ങളിലെ അവസാനത്തേത് ഇങ്ങനെയാ: നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കിയാൽ കാണാം, ഒത്തിരി പേര് ഈശോയ്ക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. അത് വൈദികർ, സിസ്റ്റേഴ്സ്, മിഷണറിമാർ, ഒത്തിരി മാതാപിതാക്കൾ, ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ പോലും പേടിയോടെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അവിടെയാണ് ഈശോ പറഞ്ഞേ, നമുക്ക് നീതിക്ക് വേണ്ടി പീഡനം സഹിച്ചോളൂ, സ്വർഗരാജ്യം നമ്മുടേതാണ്. അതുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തും സഹിക്കുവാൻ തയ്യാറാവാം. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളാണ്. നല്ല രീതിയിൽ ജീവിച്ചാൽ എന്തെല്ലാം കിട്ടും. ആ കാര്യത്തെക്കുറിച്ചാണ് മലയിലെ പ്രസംഗം നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഈശോയാണ് നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നല്ല തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ നമുക്ക് തയ്യാറാവാം. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, അങ്ങയുടെ വചനം ശ്രവിച്ച് അവയനുസരിച്ച് ജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.